Hello dear students, hope everyone is doing well. I am going to initiate a quick recap on the portions that we have learned in our classroom. Please do cooperate and watch all the series so that you can attend your university exams without any tension. ഒരു ടെൻഷനും വേണ്ട, നിങ്ങൾക്ക് അടുത്ത മാസം വരുന്ന യൂണിവേഴ്സിറ്റി എക്സാംസ് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നമ്മൾ ഫ്രം ദ വെരി ബിഗിനിങ് പ്രോസസ് കോസ്റ്റിംഗ് തൊട്ട് തന്നെ എല്ലാ പോർഷനും എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നതാണ്. എല്ലാ പോർഷനിലെയും അറ്റ്ലീസ്റ്റ് ഒരു പ്രോബ്ലമെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. എല്ലാ സ്റ്റുഡൻസും ഈ സീരീസ് കൃത്യമായി റെഗുലറായിട്ട് വാച്ച് ചെയ്യേണ്ടതാണ് എന്നോട് റിക്വസ്റ്റ് ചെയ്യുന്നു. സോ ലെറ്റ് സ്റ്റാർട്ട് ഫ്രം ദ വെരി ബിഗിനിങ്, ദാറ്റ് ഈസ് ഫ്രം പ്രോസസ് കോസ്റ്റിംഗ്. So let's begin. Process costing. Process costing is a method of costing. As we know that there are different methods and techniques of costing. Costing methods are used to ascertain cost and costing techniques are used to control cost. ഒരു ഓപ്പറേഷനിൽ ഉണ്ടാകുന്ന കോസ്റ്റ് എത്രമാത്രമാണെന്ന് അസേർട്ടൈൻ ചെയ്യാൻ, അത് എത്രമാത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോസ്റ്റിംഗ് മെത്തേഡ് ഫോളോ ചെയ്യുന്നത്. അതേ സമയത്ത് ആ ഓരോ ഓപ്പറേഷനിലെ കോസ്റ്റുകളെ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് ടെക്നിക്സിനെയാണ് കോസ്റ്റിംഗ് ടെക്നിക്സ് എന്ന് പറയുന്നത്. ആൻഡ് ഡിഫറെൻറ്റ് മെത്തേഡ് ഫോർ റെക്കോർഡിംഗ് ദീസ് കോസ്റ്റ് ആർ പ്രോസസ് കോസ്റ്റിംഗ്, ഫാം കോസ്റ്റിംഗ്, ജോബ് കോസ്റ്റിംഗ് ആൻഡ് സോ ഓൺ. അതേ സമയത്ത് ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്, അതായത് കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെക്നിക്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് വിച്ച് ആർ ഗോയിങ് ടു സീ ഇൻ ദ ലേറ്റർ ചാപ്റ്റർ. ദെൻ മാർജിനൽ കോസ്റ്റിംഗ് നെക്സ്റ്റ് മൊഡ്യൂളാണ്. യൂണിഫോം കോസ്റ്റിംഗ്, ബഡ്ജറ്ററി കൺട്രോൾ. ഇതിൽ ബഡ്ജറ്ററി കൺട്രോൾ, മാർജിനൽ കോസ്റ്റിംഗ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഇവ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നതാണ്. ഓക്കെ, സോ ബേസിക്കലി പ്രോസസ് കോസ്റ്റിംഗ് ഈസ് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് വിച്ച് ഈസ് യൂസ്ഡ് ടു അസർട്ടൈൻ കോസ്റ്റ്. ഇനി നമുക്ക് മനസ്സിലായി ഇപ്പോൾ പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് കോസ്റ്റ് റെക്കോർഡ് ചെയ്യാൻ, അതിനെ അതിനെ അസർട്ടൈൻ ചെയ്യാൻ, അതിനെ റെക്കോർഡ് ചെയ്യാനുള്ളൊരു മെത്തേഡാണ് പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഏതെല്ലാം കമ്പനികളാണ് ഈ പറയുന്ന പ്രോസസ് കോസ്റ്റിംഗ് അബ്സോർവ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്? എ മാനുഫാക്ചറിങ് യൂണിറ്റ് എൻഗേജ് ഇൻ ദ ബിസിനസ് ഓഫ് പ്രൊഡ്യൂസിങ് ഐഡൻറ്റിറ്റിക്കൽ ഓർ സിമിലർ പ്രോഡക്ട്സ് ഇൻ ബാച്ചസ് ബൈ പാസിംഗ് ദ റോ മെറ്റീരിയൽസ് ത്രൂ ഡിഫറെൻറ്റ് ഹെട്രോജീനിയസ് പ്രോസസ് ക്യാൻ യൂസ് ദ മെത്തേഡ് ഓഫ് പ്രോസസ് കോസ്റ്റിംഗ്. സോ പ്രോസസ് കോസ്റ്റിംഗ് ഫോളോ ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം ഫുൾഫിൽ ചെയ്യണം. ലൈക്ക് പ്രോഡക്ട്സ് ആർ ഹോമോജീനിയസ്. അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ അത് ഹോമോജീനിയസ് ആയിരിക്കും അല്ലെങ്കിൽ സിമിലർ പ്രോഡക്ട്സ് ആയിരിക്കും. മറ്റൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു പ്രോസസ്സിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ദ ഇൻപുട്ട് ഫോർ ദ നെക്സ്റ്റ് പ്രോസസ്സ്. അതാണ് അടുത്ത പോയിൻ്റായിട്ട് പറയുന്നത്. ദ യുണീക്ക് ഫീച്ചർ ഓഫ് ദിസ് പ്രോസസ് ഈസ് ദ ഔട്ട്പുട്ട് ഓഫ് വൺ പ്രോസസ് ബിക്കംസ് ഇൻപുട്ട് ഫോർ ദ നെക്സ്റ്റ് പ്രോസസ് എന്നാണ്. സോ രണ്ട് ഫീച്ചേഴ്സ് നമ്മളിപ്പോൾ കണ്ടു. ഫസ്റ്റ് വൺ ഈസ് ദ ഫൈനൽ പ്രോഡക്റ്റ് ഓർ ദ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഷുഡ് ബി സംതിങ് വിച്ച് ഈസ് സിമിലർ ഓർ ദോ ഷുഡ് ബി ഹോമോജീനിയസ് ഇൻ നേച്ചർ. ദെൻ സെക്കൻഡ് ഫീച്ചർ എന്ന് പറയുന്നത് ദ ഔട്ട്പുട്ട് ഓഫ് വൺ പ്രോസസ് ബിക്കംസ് ദ ഇൻപുട്ട് ഓഫ് ദ നെക്സ്റ്റ് ഫോർ ദ നെക്സ്റ്റ് പ്രോസസ്. ദെൻ മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് ദേ ആർ പ്രൊഡ്യൂസിങ് ദ പ്രോഡക്ട്സ് ഇൻ ബാച്ചസ്. ഒരു സിംഗിൾ പ്രോഡക്റ്റ് അല്ല അവർ പ്രോസസ്സിങ്ങിന് വിധേയമാക്കുന്നത്, ബാച്ച് ഓഫ് പ്രോഡക്ട്സ് ആണ് ഓരോ പ്രോസസ്സിലും അവരെന്ത് ചെയ്യുന്നത്, പ്രോസസ്സിങ്ങിന് വിധേയമാക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഫീച്ചർ ഈസ് നീഡ് ടു ഗോ ത്രൂ ഡിഫറെൻറ്റ് പ്രോസസ്സസ്. ഒരു സിംഗിൾ പ്രോസസ്സിൽ അവസാനിക്കുന്ന ഒന്നല്ല, മറിച്ച് എന്താണ്, ഡിഫറെൻറ്റ് പ്രോസസ്സ് കടന്നു വേണം ആ പ്രോഡക്റ്റിന് ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റായിട്ട് മാറേണ്ടത്. സോ ദീസ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് പ്രോസസ് കോസ്റ്റിംഗ്. ഓക്കെ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, എങ്കിലും ഒന്ന് ഓർത്തിരിക്കുക. വൈൽ വി ആർ വെൻ എ ക്വസ്റ്റ്യൻ ലൈക്ക് വാട്ട് ഈസ് ഓർ ഡിഫൈൻ പ്രോസസ് കോസ്റ്റിംഗ്, യു നീഡ് ടു മെൻഷൻ ഓൾ ദീസ് ഫീച്ചേഴ്സ് ഇൻ യുവർ ഡെഫിനിഷൻ, ലൈക്ക് ദ പ്രോഡക്ട്സ് ആർ സിമിലർ ഇൻ നേച്ചർ ആൻഡ് ഓൾ ദ പ്രോസസ് ആർ ഹെട്രോജീനിയസ്, then the output of one process becomes the input of the next process and so on. അങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാം ഉൾപ്പെടുത്തി വേണം നിങ്ങൾ നിങ്ങളുടെ ഡെഫിനിഷൻ എക്സാമിന് എഴുതേണ്ടത്. ഓക്കെ, നൗ ലെറ്റ്സ് ഗോ ത്രൂ ആൻ എക്സാമ്പിൾ ഫോർ പ്രോസസ് കോസ്റ്റിംഗ്. ഇതൊരു സ്റ്റീൽ പ്രൊഡക്ഷൻ ഫാക്ടറിയുടെ എക്സാമ്പിളാണ് പറയാൻ വേണ്ടി പോകുന്നത്. ബേസിക്കലി വി ക്യാൻ സേ ദർ ആർ 3 പ്രോസസ്. ഇൻ പ്രോസസ് 1 ദേ ആർ മെൽറ്റിംഗ് ദ അയൺ ഓർ. അയൺ ഓറിനെ അവരെന്ത് ചെയ്യുന്നു, മെൽറ്റ് ചെയ്യുവാണ് പ്രോസസ് 1ൽ ചെയ്യുന്നത്. ദെൻ അവരെന്ത് ചെയ്യുന്നു, പ്രോസസ് 2വിൽ ദേ ആർ ആഡിങ് അലോയ്സ്. എന്തിനു വേണ്ടിയാണ്? ദേ ആർ ആഡിങ് അലോയ് ടു മേക്ക്
ദ ഓർ മോർ ഫ്ലെക്സിബിൾ ആൻഡ് സ്ട്രോങ്. സ്ട്രോങ് ആക്കാൻ വേണ്ടി, കുറച്ച് ഫ്ലെക്സിബിൾ ആക്കാൻ വേണ്ടി അലോയ് അല്ലെങ്കിൽ അലുമിനിയം അവർ ആഡ് ചെയ്യുന്നുണ്ട്. ദെൻ ദേ ആർ മോൾഡിങ്, അതായത് അവരെന്നെ ഷേപ്പ് ചെയ്യുന്നു. ദെൻ ഇറ്റ് ബിക്കംസ് ദ ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. സോ വി ക്യാൻ സേ ദാറ്റ് ബേസിക്കലി ദർ ആർ ത്രീ പ്രോസസ്. ദ റോ മെറ്റീരിയൽ ദാറ്റ് ഈസ് ദ അയൺ ഓർ. ഇൻ ദ ഫസ്റ്റ് പ്രോസസ് ഇറ്റ് ബിക്കംസ് മെൽറ്റഡ്, അതായത് അതിനെ എന്ത് ചെയ്യുന്നു, ഉരുക്കിയെടുക്കുന്നു. പ്രോസസ് 2ൽ അവരെന്ത് ചെയ്യുന്നു, അതിൽ അലോയ് ആഡ് ചെയ്തു. തേർഡ് പ്രോസസ്സിൽ അവരെന്ത് ചെയ്യുന്നു, അതിനെ ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സോ ഈ 3 പ്രോസസ്സ് കടന്ന് വേണം ഫിനിഷ്ഡ് പ്രോഡക്റ്റായിട്ട് അയൺ ഓറിന് മാറേണ്ടത്. സോ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും ഈ 3 പ്രോസസ്സും ഹെട്രോജീനിയസ് ആണ്, 3 ഡിഫറെൻറ്റ് നേച്ചറുള്ള പ്രോസസ്സുകളാണ്. എന്നാൽ ഇതിൽ പ്രോസസ്സിൽ ഉൾപ്പെടുന്ന യൂണിറ്റ്സ്, അയൺ ഓറിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് സിമിലറാണ്. നമുക്ക് ഈ കേസിൽ പറയാം ഹോമോജീനിയസ് ആണ്. സോ നമുക്കറിയാം ഹോമോജീനിയസ് ആണ് എന്ത്, റോ മെറ്റീരിയൽ. അതുപോലെ തന്നെ അതിൻ്റെ പ്രോസസ്സ് ഓരോന്നും തന്നെ എന്താണ്, ഹെട്രോജീനിയസ് ആണ്. ഒന്നിലധികം പ്രോസസ്സുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ആൻഡ് ദേ ആർ പ്രൊഡ്യൂസിങ് ഇൻ ബാച്ചസ്, അതായത് ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റി ഓഫ് റോ മെറ്റീരിയൽസ് ആർ യൂസ്ഡ്. ഒരു സിംഗിൾ റോ മെറ്റീരിയൽ അല്ല, ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റി ഓഫ് റോ മെറ്റീരിയൽസ് ആർ യൂസ്ഡ്. നമുക്കിനി നമുക്ക് ഈ മൊഡ്യൂളിൽ നമ്മൾ എന്തൊക്കെയാണ് കാണാൻ വേണ്ടി പോകുന്നത് എന്ന് നോക്കാം. അതിന് മുൻപായിട്ട് യു നീഡ് ടു റീകോൾ ഓൾ ദീസ് ടേംസ് ബിഫോർ ഗോയിങ് ഫർദർ. നമുക്കറിയാം നമ്മൾ കണ്ട ടേംസ് തന്നെയാണ്, ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. നോർമൽ ലോസ്, എന്താണ് നോർമൽ ലോസ് എന്ന് പറയുന്നത്? ദീസ് ആർ ദ നോർമൽ എക്സ്പെക്റ്റഡ് വേസ്റ്റേജ്. നമ്മൾ പ്രീവിയസ് ഹിസ്റ്ററി വെച്ച് സയൻറ്റിഫിക്കലി മെഷർ ചെയ്തപ്പോൾ മനസ്സിലായി, നമ്മൾ എത്ര ശ്രമിച്ചാലും ഇന്നെവിറ്റബിൾ ആയിട്ടുള്ള സെർട്ടൻ ലോസസ് ആർ ഒക്കറിങ് കണ്ടിന്യൂസ്ലി റിക്കറിങ് ഇൻ അവർ ഓപ്പറേഷൻ. അതിനാണ് നോർമൽ ലോസ് എന്ന് പറയുന്നത്. അബ്നോർമൽ ലോസ് എന്ന് പറയുന്നത് എന്താണ്? എനി ലോസ് ഓവർ ആൻഡ് എബോവ് അവർ നോർമൽ ലോസ്. എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാൾ ഓവറായിട്ടുണ്ടാകുന്ന ലോസ്, ദോസ് ആർ എവിറ്റബിൾ, നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്ന ലോസുകളെയാണ് അബ്നോർമൽ ലോസ് എന്ന് പറയുന്നത്. ദെൻ അബ്നോർമൽ ഗെയിൻ, ഏതെങ്കിലും സിറ്റുവേഷനിൽ നോർമൽ ലോസ് കുറയുകയാണെങ്കിൽ, അതായത് ആക്ച്വൽ ലോസ് എന്ന് പറയും നോർമൽ ലോസിനേക്കാൾ കുറവാണെങ്കിൽ, മറ്റു രീതിയിൽ പറയുവാണെങ്കിൽ ശരിക്കും ഇൻകർ ചെയ്തേക്കുന്ന ലോസ് എന്ന് പറയുന്നത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്ന ലോസിനേക്കാൾ കുറവാണെങ്കിൽ ആ ഡിഫറൻസ് ഉണ്ടാകുന്ന പോർഷനെയാണ് അബ്നോർമൽ ഗെയിൻ എന്ന് പറയുന്നത്. ദെൻ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്നത് എന്താണ്? ദീസ് ആർ ദ യൂണിറ്റ്സ് നോട്ട് യെറ്റ് കംപ്ലീറ്റഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ പീരിയഡ്. ഒരു ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുന്ന സമയത്ത് ഇപ്പോഴും ഓപ്പറേഷനിൽ കിടക്കുന്നു, ബട്ട് ഇറ്റ് ഡസൻ ഓർ ഇറ്റ് ഈസ് സ്റ്റിൽ ഇൻ ദ പ്രോസസ്സിംഗ് സ്റ്റേജ്, നോട്ട് യെറ്റ് ബിക്കം എ ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. അതിനാണ് വർക്കിംഗ് പ്രോഗ്രസ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. നമുക്കറിയാം ഇക്വലൻ്റ് യൂണിറ്റ്സ് പഠിച്ച സമയത്താണ് നമ്മൾ വർക്കിംഗ് പ്രോഗ്രസിനെ പറ്റി നമ്മൾ പറയാറുള്ളത്. ദെൻ സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, ഒരു റിയലൈസബിൾ വാല്യൂ ഉള്ളതോ ഇല്ലാത്തതോ ആയിട്ടുള്ള ഒന്നിനാണ് നമ്മൾ സാധാരണ രീതിയിൽ സ്ക്രാപ്പ് എന്ന് പറയുന്നത്. അതിൻ്റെ വാല്യൂ സ്ക്രാപ്പ് വാല്യൂ. ദെൻ ഇക്വലൻ്റ് യൂണിറ്റ്സ് നമുക്കറിയാം വർക്കിംഗ് പ്രോഗ്രസ്സിന് നമ്മൾ എന്ത് ചെയ്യുന്നു, കംപ്ലീറ്റഡ് പ്രോഡക്ട്സ് ആയിട്ട് പാർട്ട്ലി കംപ്ലീറ്റഡ് യൂണിറ്റ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, വി ആർ കൺവേർട്ടിംഗ് ദോസ് ടു ദ ഇക്വലൻ്റ് നമ്പർ ഓഫ് ഹോളി കൺവേർട്ടഡ് യൂണിറ്റ്സ്. ടോട്ടലി കംപ്ലീറ്റ് ആയിട്ടുള്ള യൂണിറ്റ്സിനെ ആയിട്ട് കൺവേർട്ട് ചെയ്തു വരുന്ന വർക്കിംഗ് പ്രോഗ്രസ് യൂണിറ്റ്സിനെയാണ് നമ്മൾ ഇക്വലൻ്റ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. നമ്മളതും വരുന്ന ഭാഗത്ത് കാണാൻ വേണ്ടി പോകുന്നതാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് മോഡിൽ നമുക്ക് കവർ ചെയ്യേണ്ടത്. നോർമൽ ലോസ്, അബ്നോർമൽ ഗെയിൻ, ഇൻ്റർ പ്രോസസ് പ്രോഫിറ്റ്, വർക്കിംഗ് പ്രോഗ്രസ്, ജോയിൻറ്റ് പ്രോഡക്റ്റ് ആൻഡ് ബൈ പ്രോഡക്ട്സ്. ഇത് നമുക്ക് അറിയാം, ഇതിനകത്ത് നമുക്ക് ആകപ്പാട് കോംപ്ലിക്കേഷൻ പലപ്പോഴും ഫീൽ ചെയ്യുന്നത് വർക്കിംഗ് പ്രോഗ്രസിൻ്റെ കേസിൽ മാത്രമാണ്. പക്ഷേ അത് നമുക്കറിയാം, നമ്മൾ ആ എക്സസൈസിൻ്റെ പ്രോബ്ലം 1-2 തവണ നമ്മൾ ചെയ്ത് നോക്കുവാണെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് സി പാർട്ടിൽ ഫുൾ മാർക്ക് കിട്ടാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഹോപ്പ് യു ആർ റിമെമ്പറിങ് വാട്ട് വി ഹാവ് ലേൺഡ് ഇൻ ദ ക്ലാസ് റൂം. നമ്മളിനി വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്യാനുള്ള എല്ലാ ഓപ്ഷൻസും നമുക്കിനി വരുന്ന സീരീസിൽ കാണാൻ വേണ്ടി സാധിക്കും. പക്ഷേ നിങ്ങൾ ശരിക്കും റെഗുലറായിട്ട് വാച്ച് ചെയ്യുകയും അതോടൊപ്പം തന്നെ നിങ്ങൾ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുകയും ചെയ്യണം. നമുക്കിപ്പം കാണാൻ വേണ്ടി പോകുന്നത് ഫസ്റ്റ് 3 പോർഷൻസ് ആണ്. അതായത് ഹൗ വി ആർ ഗോയിങ് ടു ട്രീറ്റ് നോർമൽ ലോസ്, അബ്നോർമൽ ലോസ് ആൻഡ് അബ്നോർമൽ ഗെയിൻ വൈൽ പ്രിപ്പയറിംഗ് പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് നോർമൽ ലോസ്, അബ്നോർമൽ ഗെയിനെ ട്രീറ്റ് ചെയ്യുന്നത് നമുക്ക്